വാർ ബ്രേക്കിംഗ് അപ്ഡേറ്റ്. ദുബായ് ഗ്ലോബൽ വില്ലേജ് അടച്ചു. ഗ്ലോബൽ വില്ലേജിലേക്ക് സന്ദർശകർക്ക് ഇന്ന് പ്രവേശനം അനുവദിക്കില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു. എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ഒപ്പം വിനീത വേണുവും നമ്മളോടൊപ്പം ചേരും. രഞ്ജിത്തിലേക്ക് ആദ്യം. രഞ്ജിത്ത്, ഗ്ലോബൽ വില്ലേജ് അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പരമാവധി പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിനൊപ്പം കൂടുതൽ മുൻകരുതൽ സ്വീകരിക്കുന്നു. തീർച്ചയായും അതോ കൂടുതൽ മുൻകരുതൽ സ്വീകരിക്കുകയാണ് UAE. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ദുബായ് ഗ്ലോബൽ വില്ലേജ് അടച്ചിരിക്കുന്നത്. ഗ്ലോബൽ വില്ലേജിലേക്ക് സന്ദർശകർക്ക് ഇന്നു മുതൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഗ്ലോബൽ വില്ലേജിലേക്ക് സന്ദർശകരോ താമസക്കാരോ വരേണ്ടതില്ല എന്ന് ഗ്ലോബൽ വില്ലേജ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഗൾഫിൽ നാളത്തെ CBSE പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുള്ളത്. ഇന്ന് രാവിലെ വ്യാപക ആക്രമണമാണ് ഈ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ നടത്തിയത്. ദുബായിയുടെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ആക്രമണത്തിന്റെ തുടക്കം. ദുബായിലുണ്ടായ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കുപറ്റി. അബുദാബി ഇത്തിഹാദ് ടവറിൽ ഡ്രോൺ വീണ് സ്ത്രീക്കും കുട്ടിക്കും പരിക്ക് പറ്റി എന്ന വാർത്തയും ഔദ്യോഗികമായി UAE ഭരണകൂടം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രത നിർദ്ദേശം ഇവിടുത്തെ ജനങ്ങൾക്ക് UAE ഭരണകൂടം നൽകിയിരിക്കുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങണം, പരമാവധി യാത്രകൾ ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ പരമാവധി വീടുകളിൽ തന്നെ കഴിയണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ജനാലകൾ പൂർണ്ണമായും അടച്ചിടണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായും UAE ഭരണകൂടം നൽകുന്നത്. ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാകും എന്നത് സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുകയാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ. എന്തായാലും UAEക്ക് പുറമെ മറ്റ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലും ഇറാന്റെ ആക്രമണം ഇന്നുമുണ്ടായി. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം US-ന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണമെങ്കിൽ അതിനു പിന്നാലെ അവർ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണത്തിനാണ് ഇറാൻ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. ഇന്ന് രാവിലെ ദുബായിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ആക്രമണം നമ്മൾ പരിശോധിച്ചാൽ അതിൽ ദുബായിൽ എയർപോർട്ട് മേഖലയിലായിരുന്നു ആദ്യ ആക്രമണം. അതിനു പിന്നാലെ മെട്രോ സ്റ്റേഷൻ പരിസരത്ത് ആക്രമണമുണ്ടായി. അതിനു പിന്നാലെ ഷാർജ, അൽ നഹദ മേഖലയിൽ ആക്രമണമുണ്ടായി. ഇതെല്ലാം ജനവാസ മേഖലയിലായിരുന്നു ഇറാന്റെ ആക്രമണമുണ്ടായത്. ഈ പ്രദേശങ്ങളൊക്കെ മലയാളികൾ അടക്കമുള്ള നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ആശങ്കയിലാണ് ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഇപ്പോഴുള്ളത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഒമാനിന് നേരെയും ഈ ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം വരെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ ജനവാസ മേഖലകളും US-ന്റെ സൈനിക കേന്ദ്രങ്ങളിലും മാത്രമാണ് ഇറാൻ ലക്ഷ്യം വച്ചിരുന്നതെങ്കിൽ ഇന്ന് ഒമാനിലേക്ക് കൂടി അവരുടെ ആക്രമണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒമാൻ തീരത്ത് ഇന്ധന ടാങ്കറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. മറ്റൊരു പ്രദേശത്തും ഇറാന്റെ മിസൈലുകൾ പതിച്ചു. ഈ ആക്രമണത്തിൽ 4 പേർക്കാണ് പരിക്ക് പറ്റിയത്. കപ്പലിലുണ്ടായിരുന്നത് 15 ഇന്ത്യക്കാരടക്കം 20 പേരായിരുന്നു. ഈ ഇന്ധന ടാങ്കറിലെ എല്ലാ ജീവനക്കാരെയും ഒഴിപ്പിച്ചു എന്ന വിവരം അല്പസമയം മുമ്പ് ഒമാൻ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റ് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ട് ഇന്ന് ഇറാൻ ആക്രമണം നടത്തുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബഹ്റിനിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിന് നേരെയുള്ള ഡ്രോൺ ആക്രമണമാണ്. ബഹ്റിനിലെ ക്രൗൺ പ്ലാസ ഹോട്ടൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്. ഒരുപാട് ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ ആ ഒരു ജനവാസ മേഖല കേന്ദ്രീകരിച്ചാണ് ഇന്ന് ആക്രമണം നടത്തിയത്. ഒപ്പം തന്നെ ഖത്തറിലെ വിവിധ ഇടങ്ങളിലും ഇന്ന് ഇറാൻ ആക്രമണം നടത്തി. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിലും ആക്രമണം നടത്തി. അങ്ങനെ ഗൾഫ് മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണമാണ് പ്രധാനമായും ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇന്ന് രാവിലെ മുതൽ ഏകദേശം ഉച്ചവരെ ഗൾഫ് മേഖലകളിലെ വിവിധ ഭാഗങ്ങളിലെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. പക്ഷേ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 2-3 മണിക്കൂറുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്തിനുള്ളിൽ വിവിധ ഗൾഫ് മേഖലകളിൽ എവിടെയും ഒരു ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ജനങ്ങൾ, പ്രവാസികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും വലിയ തോതിലുള്ള ഒരു ആശങ്കയിലാണ്. കാരണം ഇനി ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന ഒരു ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. കാരണം തുടക്കത്തിൽ ഇറാൻ പറഞ്ഞിരുന്നത് US സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ലക്ഷ്യമിടുന്നത്, അവിടേക്ക് മാത്രമായിരിക്കും ആക്രമണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവരുടെ ഒരു ആക്രമണ രീതി പിന്നീട് മാറുന്നൊരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ വലിയ തോതിലുള്ളൊരു ആശങ്കയിൽ ഇപ്പോൾ കഴിയുന്നത്.
ശരി, എന്തായാലും വലിയ തോതിലുള്ള പ്രതികരണമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നത്.